Hello guys, good morning. നല്ലോണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആനന്ദത്തിൻ്റെ കോട്ടുവായ വരില്ലേ, അതാണ്. അത് ആർട്ടിഫിഷ്യൽ കോട്ടുവായല്ല ഗൈസ്, അത് നാച്ചുറലായി വന്ന കോട്ടുവായാണ്. 4 മണിക്ക്, രാവിലെ 4 മണിക്ക് ഞാൻ എണീറ്റതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടി കിടന്നുറങ്ങി. ഇപ്പം സമയം 9:10. ഇന്നത്തെ എല്ലാ പരിപാടിയും തെറ്റി. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവാമല്ലോ. ഇത് നല്ല നല്ല മഴ പെയ്യുന്നൊരു ക്ലൈമറ്റാണ്, അപ്പോൾ ആരായാലും ഉറങ്ങിപ്പോവും. എന്നെ കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോവില്ല. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ആണ്ടിന് സംക്രാന്തിക്ക് വരത്തുള്ളൂ എന്നാണ് ട്രെയിനർ പറയുന്നത്. പക്ഷേ പോകുന്ന ദിവസം ഞാൻ നന്നായി തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യും. ഫുഡ് ഞാൻ കൺട്രോൾ ചെയ്തു. അങ്ങനെ ഞാനൊരു 2 കിലോ കുറച്ചു. 3 മാസം കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ തുടങ്ങി. എന്താ ചെയ്യുക, ഇതൊക്കെ ഒരു രസം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ഡേ തുടങ്ങുന്നു. സോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണോ അത് ഞാൻ ചുമ്മാ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വ്ളോഗ്. അർജൂസ് ടുഡേസ് ഡേ. പേടിച്ചാ എന്തെങ്ങനെ നോക്കട്ടെ, ഇതെന്താ നോക്കുക, ഇത് തിന്നാനുള്ളതൊന്നല്ല. കടന്നോ പേടിച്ച് ശനിയാഴ്ച രവി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി, വണ്ടി അവിടെ കൊണ്ടിട്ടതാണ് ഷെഡിൽ. അതിനുശേഷം ഇന്നലെ രാത്രി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, സംഭവം ബാറ്ററി മൊത്തം ഇറങ്ങിപ്പോയിട്ടുണ്ട്. മ്യൂസിക് പ്ലെയറിൻ്റെ ഉള്ള കുട്ടിച്ചാത്തം കയറിയ പോലെ അതിങ്ങനെ ഓണായിട്ട് നിൽക്കുന്നുണ്ട്, ഓഫ് ആവണേ ഇല്ല. അപ്പോഴേ ഞാനൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഈ മഴക്കാലത്ത് വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ ഒരു പണി കിട്ടും. അപ്പോൾ അതിനിപ്പോൾ ജമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക ബാറ്ററി. ഈ മഴ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷെ സമയം ഇങ്ങനെ പോണതറിയില്ല. അതുകൊണ്ടേ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരാം. കുളി കഴിഞ്ഞ് വന്നതും സമയം 9:58. പിന്നെ സമയമൊന്നുമില്ല, 2 മിനിറ്റ് ഉണ്ടായുള്ളൂ. മീറ്റിങ്ങിന് കയറി. മീറ്റിംഗ് പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മെയിലൊക്കെ അയച്ചിട്ട് വരാം. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴയും മാറിയിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസം കേട്ടോ. നിങ്ങൾക്കൊരു ഓൺ ബോർഡ് ഉണ്ട്, ഒരു ടീം എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓൺ ബോർഡ്. പക്ഷേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നൊരു ക്ലയൻറ്റിൽ എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമാണ് അതൊക്കെ. ഇവിടെ നിന്നല്ല, അങ്ങ് ഗുർഗാവിലാണ് കാൻഡിഡേറ്റ് ഓൺ ബോർഡായത്. ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുക ആഫ്റ്റർ ഇൻ്റർവ്യൂ ആൻഡ് ഫോളോ അപ്പ്. 90 ദിവസം നോട്ടീസ് പീരീഡ് കഴിഞ്ഞാണ് കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുന്നത്. അങ്ങ് മാർച്ചിൽ എപ്പോഴോ സെലക്ട് ആയതാണ്. അല്ല, വെരി ഹാപ്പി. ചില കാൻഡിഡേറ്റ്സ് ഇതുപോലെ 90 ദിവസമൊക്കെ നല്ല രീതിയിൽ പോയിട്ട് ജോയിൻ ആവും. ചിലവർ 89ാമത്തെ ദിവസം നമുക്കൊരു സർപ്രൈസ് തരും. അപ്പം ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. അതെല്ലാ HRസിനും അറിയുന്നുണ്ടാവും. പിന്നെ ചില കാൻഡിഡേറ്റ്സ് ഒന്ന് സെലക്ട് ആയിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇമീഡിയറ്റ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജോലി. എന്തായാലും ആ ഒരു ഓൺ ബോർഡിൻ്റെ ഒരു ഹാപ്പിനെസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. മീറ്റിങ്ങിന് മുന്നേ ഞാൻ 2 കോഴിമുട്ടയുടെ വെള്ളം കഴിച്ചു, അത് വേറെ കാര്യം. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കാം. അടുത്ത ആഴ്ച എൻ്റെ പിറന്നാളാണ്. ഇത് പറയുമ്പോൾ എന്തിനാ ഈ പട്ടി കുറയ്ക്കണാണാവോ? എൻ്റെ പൊന്നു, പിറന്നാളല്ല കേട്ടോ, സോറി, ബർത്ത്ഡേ. പിറന്നാളും ബർത്ത്ഡേയും വേറെ വേറെ ആണല്ലോ. എന്താ അല്ലേ, നമ്മൾ എന്തിനാ ശരിക്കും ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണേ? നമ്മുടെ വയസ്സിങ്ങനെ കൂടി വരികയല്ലേ, ഒരു കാര്യമില്ലാണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ചേടാ ഞാനൊന്ന് ഡയലോഗ് പറഞ്ഞ് തീർത്തോട്ടാ അപ്പു. അപ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ വയസ്സ് കൂടുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഈ രവി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന സമയത്ത് എന്തോ കാര്യമായിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്തോ അവനെ ഒപ്പിക്കാൻ പോകുന്നുണ്ട്. രവി, നീ വ്ളോഗ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിൻ്റെ ബർത്ത്ഡേക്ക് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഡീസൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. ഞാൻ ഒരു അലമ്പും ചെയ്തിട്ടില്ല. ഇപ്പോഴേ ഞാൻ പറയാം,
എനിക്കിട്ട് പണി തരരുത്. പണി തന്നാൽ ഞാൻ അതിൻ്റെ 8ന്റെ തിരിച്ചു പണി ഞാൻ തന്നിരിക്കും. ഇതൊരു വാണിംഗ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. ചുമ്മാ. ശരി, ഫുഡ് അടിക്കാൻ പോട്ടെ. ഭഗവാനോടൊന്ന് നന്ദി പറഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാൾട്ട് മാംഗോ ട്രീ ആണ്. പണ്ടെങ്ങാണ്ട് ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് ട്രെൻഡാക്കിയതാണല്ലേ സാൾട്ട് മാംഗോ ട്രീ. നമ്മുടെ ഉപ്പുമാവ്. അങ്ങനെ ഉപ്പുമാവ് ആസ്വദിച്ച് കഴിക്കുക. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വണ്ടിയുടെ ബാറ്ററി മൊത്തം പോയായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അതതിൽ ഫിക്സ് ചെയ്യുകയാണ്. ഐ ആം ഹാപ്പി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ആ മ്യൂസിക് സിസ്റ്റം ഓഫായി കിടക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാവുമോ? ഇന്നിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നുമില്ല. എന്നാലും ഒന്ന് പുറകോട്ടും മുമ്പോട്ടും ഒന്ന് എടുത്തിട്ടേക്കാം. രവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കപ്പൽ മുതലാളിയിലെ ജഗതി ചെയ്യണ പോലെ ചെയ്യാം. മഴക്കാലമായി കഴിഞ്ഞാൽ അവന്മാർ ഫുള്ള് ഇവിടെ വഴിയിൽ നിറച്ചുണ്ട്. ഇത് ചെറിയ സൈസ് കേട്ടോ. ഇതിനൊക്കെ അപ്പൂപ്പന്മാരുണ്ട്. ഈ വണ്ടി അത് കൂടെ കയറി ഇറങ്ങും. ഞാൻ സൈക്കോണെന്ന് വിചാരിക്കരുത്. വണ്ടി അറിയാണ്ടൊക്കെ കയറി ഇറങ്ങുന്നതാണ്. ഇവിടെ ഇരുന്നിട്ട് പണിയെടുക്കുക. ഇവിടെ ആകുമ്പോഴേ അത്യാവശ്യം നല്ല വെളിച്ചവും കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ സുഖം. വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു സുഖം ശരിക്കതാ. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ എല്ലാവരും സുഖമല്ലേ? അതുപോലെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ സ്ഥിരമായി കാണുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഞാൻ എന്താ പറയുക, എങ്ങനെ ഞാൻ നന്ദി പറയേണ്ട അറിയില്ല. ഞാൻ വെറുതെ ഡയലോഗ് അടിക്കുന്നതല്ല, പക്ഷേ ഉള്ള കാര്യം പറയട്ടെ. നിങ്ങൾ പറയുന്ന പോലെ ഉള്ള പല സജഷൻസിലും ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നില്ല. അതുപോലെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഞാൻ അങ്ങനെ നീട്ടുന്നുണ്ട്. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യം എന്നല്ല പറയേണ്ടത്. ഞാൻ മേ ബി തുടക്കകാലത്ത് ചെയ്തു വെച്ച വീഡിയോസിൻ്റെ ആ ഒരു ഇതിലായിരിക്കും നിങ്ങൾ എപ്പോഴും കാണുന്നത്. എന്തായാലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഉയരാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഫോണ് ബാറ്ററി ബാക്കപ്പ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പുതിയ ഫോൺ എടുക്കണമെന്നുണ്ട്. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ അത് കാരണം ഒരു 2 വീക്സ്, പിന്നെ എനിക്ക് ഇടയിൽ പനിയും ഇതൊക്കെ വന്ന് വീട്ടിലും കുറച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ഞാൻ അതുകൊണ്ടൊക്കെ വ്ളോഗൊന്നും അധികം ചെയ്യാതിരുന്നു കേട്ടോ. മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, ചെയ്യണമെന്നുണ്ട്. പക്ഷേ പല കാരണം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അങ്ങനെ ആലോചിക്കുമ്പോഴേ ഞാൻ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ വന്നേ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇങ്ങനെ പോകുമ്പോൾ പറയാം. ഇൻസ്റ്റഗ്രാമിനകത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ ട്രെയിൻ പിടിച്ചിട്ട് ഫുഡ് ചലഞ്ച് ചെയ്യാൻ വരുന്ന ചേട്ടന്മാരാണ്. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ചേട്ടന്മാരൊക്കെ എന്തുകൊണ്ട് ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്നു? അത് നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പട്ടാമ്പിയിലോ ഷർണൂരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നെപ്പോലുള്ള പാവങ്ങളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തും, ഒരു ചലഞ്ച് നടത്ത്. സംഭവം ഞാൻ ഡയറ്റിലൊക്കെയാണ്, എന്നാലും ഒരു കൈ പിടിക്കാം. ഒരുവിധപ്പെട്ട ഇന്നത്തെ ചാനലുകളൊക്കെ ഞാൻ ഫോളോയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മറ്റേ അളവ് നടക്കില്ല. ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ എനിക്ക് ചിലപ്പോൾ തരേണ്ടി വരും. അല്ല, ഞാൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ വാങ്ങാതെ വെയിറ്റ് ചെയ്യുന്നല്ല കേട്ടോ. എന്തായാലും എൻ്റെ മുന്നിൽ വന്ന് പെടണ്ട, നിങ്ങൾക്ക് പണിയാവും. അങ്ങനെ കുറച്ച് നേരം വർക്ക് ചെയ്യട്ടെ. അല്ലെങ്കിൽ എൻ്റെ ബോസ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു 12:30 ആകുമ്പോൾ വരാം. അതിനിടയിൽ ഒരു പയ്യനൊരു ചെറിയ ട്രെയിനിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 12:30 വരാം ഞാൻ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുളമായി. പണ്ട് നല്ല ഉരുട്ടി എഴുതിയിരുന്നതാ. അയ്യോ, എൻ്റെ 9ാം ക്ലാസ്സിൽ രാജു ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടാവും മോസ്റ്റ്ലി. ടീച്ചറെ സോറി കേട്ടോ. അഹങ്കാരം നോക്ക്. ഒരു മണിയായി കണ്ടോ. ചോറിനാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി താഴേന്ന് പറഞ്ഞു വിട്ടിരിക്കുക അവനെ. എന്താണിത്? ഫുഡ് അടിക്കാൻ പോട്ടെ. ഇന്നത്തെ ഉച്ച ഊണിനുള്ള സമയമായി. ഒരു നോർമൽ ഊണാണ് കേട്ടോ. ചോറും ഇത്തിരി സാമ്പാറും ഒരു ഉപ്പേരിയും. ഇരുട്ടാണ് മൊത്തത്തിൽ.
തിരക്കാണ്. 6:30 റോന്ത് സിനിമ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവുക. ഈ ട്രാഫിക്കിൽ അവിടെ എത്തുമ്പോഴേക്കും സിനിമ തുടങ്ങി 10 മിനിറ്റ് ആയി ഉണ്ടാവും. ഭയങ്കര കഷ്ടം, അത് മൂവ് ചെയ്യണേ ഇല്ല. നമ്മുടെ ഈ മേലെ പട്ടാമ്പി ഭാഗത്ത് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് വളരെ കൂടുതലാണ്. പിന്നെ മഴയും കൂടി ആകുമ്പോൾ പറയും വേണ്ട. എന്തായാലും സമയത്തിന് തന്നെ തിയേറ്ററിലെത്തി. റോന്ത് നമ്മൾ പട്ടാമ്പിക്കാരുടെ സ്വന്തം അലക്സ് സിനിമാസിലാണ്. അപ്പോൾ ഞാൻ പടം കണ്ടിട്ട് വരാം. ഇതിൻ്റെ ആ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആവുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയിട്ട് പറയാം. റോഷേട്ടനും പോത്തേട്ടനും കലക്കിയുണ്ട്. എന്താ പറയുക, ഈ ഷാഹി കബീറിന് എവിടെ നിന്നാണ് ആവില്ല ഇത്രയധികം പോലീസ് സ്ക്രിപ്റ്റ്? സംഭവം ശരി, അയാൾ റിട്ടയർഡ് പോലീസുകാരനൊക്കെ തന്നെ. എന്നാലും ഇതിൽ പിന്നെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊക്കെ അതായത് ഇൻസിഡൻസ് ആണ്. ഈ ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ ഉള്ള പോലെ കുറേ ഇൻസിഡൻസ്. പക്ഷേ ഇത് കുറച്ച് നൈറ്റ് ലൈഫ്, നൈറ്റ് പെട്രോളിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനം ക്ലൈമാക്സ് എത്തിയപ്പോൾ അതൊരു ഹോണ്ടിങ് ക്ലൈമാക്സ് ആയിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചു ഹോണ്ടിങ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത് എവിടെ കൊണ്ടേ നിർത്തുന്ന അറിയാത്ത കുറേ ഇൻസിഡൻസ് ആണ്, ഒരു രാത്രി നടക്കുന്ന കുറേ ഇൻസിഡൻസ്. അതെന്തായാലും അവസാനം ഒരു സ്ഥലത്ത് കൊണ്ടേ നിർത്തി. അത് ഭയങ്കര എനിക്ക് സങ്കടം തോന്നി അത് കണ്ടപ്പോൾ. ശരി, ഈ പോലീസുകാരൊക്കെ എത്തോരം കഷ്ടപ്പെട്ടിട്ടല്ലേ പണിയെടുക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതുണ്ടോ? സല്യൂട്ട് ടു ഓൾ ദ പോലീസ് ഓഫീസേഴ്സ്. കിടിലം പടം കേട്ടോ. പടം മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര കണക്റ്റായി. അങ്ങനെയൊക്കെ ഈ ഒരു ദിവസം അങ്ങനെ എൻഡ് ചെയ്യുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് അടിക്കുക, പിന്നെയും കിടന്നുറങ്ങുക. അപ്പോൾ എൻ്റെ ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.